അപ്പോൾ ഈ ഒരു ബ്ലൂ ഒരു റെഡ് എടുത്ത സ്ഥാനത്ത് 2 ബ്ലൂ 2 റെഡ് അങ്ങനെ എടുത്തു. നല്ല ഭംഗിയുണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു പിടി കല്ലുകളുണ്ട്. ഞാനത് കൊണ്ടൊന്ന് മേളിലും വെച്ചു, ആൻറ്റി അത് താഴെയും വെച്ചു. ആൻറ്റി അത് വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനും അത് എവിടെയോ വെച്ചു. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട്, ഇനി ഈ കല്ലുകളാണോ പ്രശ്നം? അതിൽ നിന്നൊരു കല്ലെടുത്ത് ഞങ്ങൾ ടൈലിട്ടു. സെയിം സൗണ്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഈ കല്ലിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ വന്നതാണ്. ഓക്കെ, ഈ കല്ലുകൾ ഇനി എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടേ കൊടുത്ത അയാൾ വാങ്ങിക്കുമോ? അതറിയില്ല. അങ്ങനെ ഞങ്ങൾ പലരോടും ചോദിച്ചു. അപ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്ന് മനസ്സിലായി. എല്ലാവരും നല്ല വഴക്കും പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്തു പോയില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ആരോ പറഞ്ഞു, അത് ആരായിരുന്നു എന്ന് ഓർക്കുന്നില്ല, ഈ കല്ലുകൾ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടേ ബാക്കിലേക്ക് എറിഞ്ഞിട്ടാൽ കൂടെ വന്ന ആൾ അങ്ങോട്ട് പോയിരിക്കും, അതിൻ്റെ കൂടെ പോകും. ഓക്കെ, ഇനി അതായിട്ട് കുറക്കണ്ട, നമുക്ക് ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് ഇതെറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ പോവാം. അങ്ങനെ ഞാനും ആൻറ്റിയും അനിയനും ഒക്കെ കൂടെ ഈ ഒഴുകുന്ന വെള്ളം അന്വേഷിച്ചു പോയി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി. ഈ കല്ലുകൾ മൊത്തം ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ ചെന്ന് തിരിഞ്ഞു നിന്ന് എല്ലാവരും, ഈ കല്ലറയുടെ ഉടമസ്ഥൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നമുക്കിപ്പോൾ തോമസ് എന്നിടാം. ഈ തോമസ് ചേട്ടനോട് മാപ്പും പറഞ്ഞ് ഈ കല്ലുകൾ ബാക്കിലേക്കിട്ട് തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ നടന്നു. ആ കല്ലുകൾ പോയി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം. തോമസ് ചേട്ടൻ ഒഴുകിപ്പോയല്ലോ, ഇനി തോമസ് ചേട്ടൻ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല, സോറിയും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷേ വീട്ടിൽ വന്ന് സമാധാനിച്ചിരിക്കുമ്പോൾ കൊണ്ടുപോയി കളഞ്ഞ കല്ലുകളുടെ സൗണ്ട് പിന്നെയും കേൾക്കുക. ഇനി തോമസ് ചേട്ടൻ ഞങ്ങളെ വിട്ട് പോയിട്ടില്ലേ? ഡൗട്ടായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ ഈ സൗണ്ട് പതിവായി, ഡെയിലി കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളത് ഇഗ്നോർ ചെയ്തു, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അമ്മമ്മ പറയുക, ഇനി അപ്പാപ്പയായിരിക്കുമോ? കാരണം ഈ 40 ദിവസം എന്തോ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നല്ലേ പറയുക. അത് കഴിഞ്ഞിട്ടാണത്രേ ഇതിന് മോക്ഷം കിട്ടി പോവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പാപ്പ നമ്മളെ പേടിപ്പിക്കുമോ? ഇനിയിപ്പോൾ ദൈവമാണെങ്കിലും ദൈവം നമ്മളെ പേടിപ്പിക്കുമോ? ഇത് കാണുമ്പോൾ ഞങ്ങൾ ഞെട്ടുന്നതല്ലാതെ ഞങ്ങൾക്ക് ഇതിനോട് സ്നേഹമൊന്നും തോന്നുന്നില്ല. അങ്ങനെ അപ്പാപ്പ വന്ന് പേടിപ്പിക്കാൻ വഴി ഉള്ളതായിട്ട് എനിക്കും ഫീൽ ചെയ്യുന്നില്ല. ഞാനത് പറയുകയും ചെയ്തു. പക്ഷെ അവർക്കെന്തോ അങ്ങനെ വിശ്വസിക്കാൻ തോന്നിയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് മെയിലിൽ